ഹായ് ഫ്രണ്ട്സ്, മാധവൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾക്ക് വളരെയധികം വാല്യുബിൾ ആണ്. അപ്പം ഞങ്ങൾ കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫ് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം 200 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനാവശ്യമായിട്ട് ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക. ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിയ പച്ചമുളക്. ബീഫ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വേപ്പില ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ ആക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞു. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ സവാള ഇട്ട് കൊടുത്തു. സവാള കുറച്ച് പാകമായതിനു ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഇഞ്ചി, പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വേപ്പില. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മുളക് പൊടി വേണം അത്രയും ചേർക്കുക. ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, പൊടിയില്ലെങ്കിൽ തന്നെ ചതച്ച കുരുമുളക് ആയാലും മതി കേട്ടോ. മസാലപ്പൊടി, ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ പൊടിയാക്കി വെച്ചിരിക്കുന്ന ബീഫും ചേർക്കുന്നുണ്ട്. ബീഫും പൊട്ടറ്റോ മാറി മാറി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ അംശം മതിയാവും, കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. നമ്മളിതിനെ ഷേപ്പാക്കുമ്പോൾ അധികം വെള്ളമായ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല, കണ്ടോ. ഇപ്പോൾ പാകത്തിനായിട്ട് നമുക്ക് ഓരോ ഷേപ്പിലും നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം ഓരോ ഉണ്ടയായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിൽ നിന്നും പുതിയ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കട്ട്ലേറ്റ് വെളിച്ചെണ്ണയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പല ഷേപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. റൗണ്ട്, ഓവൽ, ട്രയാങ്കിൾ, ഹാർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പല പല ഷേപ്പുകളൊക്കെ ട്രൈ ചെയ്യാം. ഇനി ഇത് എണ്ണയിലിടുന്നതിന് മുമ്പ് നമുക്ക് ഏകദേശം ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക, പിന്നെ റസ്ക് പൊടിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ ഷേപ്സിലുള്ള കട്ട്ലേറ്റും ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിൽ മുക്കുക. ഇനി നമ്മളത് നേരിട്ട് എണ്ണയിലേക്ക് ഇടുന്നു. റസ്ക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആയാലും മതി. നമ്മൾ എണ്ണയിലിട്ട് വേവിക്കുമ്പോൾ തീ കുറച്ച് വേവിക്കുക, അപ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് പാകത്തിന് റെഡിയാവുള്ളൂ. പിന്നെ ഒത്തിരി കട്ടിയിൽ നമ്മൾ ഇത് മോൾഡ് ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല, നമ്മൾ കുറച്ച് കട്ടി കുറച്ച് തന്നെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3-4 കട്ട്ലേറ്റ് ഒരുമിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വശം വെന്തതിന് ശേഷം അത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് മറുവശം വേവിച്ചെടുക്കാം. വെന്ത് പാകമായ കട്ട്ലേറ്റുകൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. തികച്ചും ഹോം മെയ്ഡ് കട്ട്ലേറ്റ് അല്ലേ, അപ്പോൾ നമുക്കിത് വിശ്വസിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, സൂപ്പർ ടേസ്റ്റിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല ടേസ്റ്റായിട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.